ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പല കളറിലുള്ള തുണിക്കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമുക്കൊന്നൊരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. പഴയ തുണിക്കഷ്ണങ്ങളൊന്നുമല്ല, ഇതെല്ലാം പുതിയത് തന്നെയാണ്. ഡ്രസ്സുകളൊക്കെ അടിച്ചതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസുകളാണ്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസാണ്. ഇതുപോലത്തെ 3 കാർഡ്ബോർഡ് പീസുകളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് ഈ ക്ലോത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമുക്ക് കാർഡ്ബോർഡ് പീസിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായി തുണിക്കഷ്ണങ്ങളൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മൾ കാർഡ്ബോർഡ് പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാർഡ്ബോർഡ് പീസ് അതിൽ നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിന്റെ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കത് കാർഡ്ബോർഡ് പീസിന്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 കാർഡ്ബോർഡ് പീസിലും ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ക്ലോത്ത് വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 3 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ 3 കെട്ടുകമ്പിയുടെ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. നമ്മുടെ ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും എടുത്തിട്ടുണ്ട്. കെട്ടുകമ്പിയുടെ അറ്റം നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെയാണ് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. കെട്ടുകമ്പി അതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി. ലാസ്റ്റിൽ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന് താഴേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പീസും നമുക്ക് ഫ്ലവർ ആക്കി ചെയ്തെടുക്കണം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പീസുകൾ വെച്ച് നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. തുണിക്കഷ്ണങ്ങളൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 3 ഫ്ലവറിലും നമ്മൾ ഗ്രീൻ ടാപ്പൊക്കെ ഇതുപോലെ ചുറ്റി കൊടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ ക്ലോത്ത് വെച്ച് അതിലേക്ക് ഇലകൾ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം അതിന് താഴെ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുത്തതിന് ശേഷം നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഇല ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഇല കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഇതാ നമ്മൾ അതിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമ്മളത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അവിടെ നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ 3 ഇലകൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഇലകൾ വെച്ച് കെട്ടിക്കൊടുക്കണം. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന 3 പൂക്കളും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഇല ഇവിടെയായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മളത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി നമ്മൾ അതിന് മുകളിലായിട്ട് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇല ഇവിടെയായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 ഇലകളും ഇതുപോലെ അതിലേക്ക് വെച്ച് കൊടുത്തു.
ഇതുപോലെ തന്നെ നമ്മൾ വേറെ 2 കൂടെ ചെയ്തെടുത്തു. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 3 കാർഡ്ബോർഡ് പീസിലേക്കും ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസിലേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമുക്ക് പൂക്കൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. പൂക്കൾ പെട്ടെന്ന് അതിലേക്ക് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഫെവിക്കോളൊന്നും വെച്ച് ഒട്ടിച്ചെടുത്താൽ നമുക്കത് പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ലൈസാണ്. ഇത് നമ്മൾ ബോ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അത് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള 3 എണ്ണത്തിലും നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുള്ള ലൈസിന്റെ ഈ ഒരു അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതും കൂടെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇത് 3 എണ്ണം ഒരേപോലെ ഉള്ളതില്ല, അതുകൊണ്ട് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ക്ലോത്ത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെയുണ്ട് നമ്മളിന്ന് ക്ലോത്ത് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? ഇത് നമുക്ക് വേണമെങ്കിൽ ഡോറിലും ഇതുപോലെയൊക്കെ വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.